ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷിയാക്കണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം തള്ളി. ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് മമത ഈ ആവശ്യം ഉന്നയിച്ചത്. യോഗത്തിൽ നിന്ന് DMK വിട്ടുനിന്നു. ഇടതു പാർട്ടികളും ഇടഞ്ഞതിനാൽ ശക്തി ചോർന്ന നിലയിലാണ് ഇന്ത്യ സഖ്യം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുന്നു. ദിലീപേ, ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഐക്യമാണ്. എന്നാൽ ഇന്ത്യ സഖ്യത്തെ നയിച്ചതാകട്ടെ കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാമല്ലോ. അവിടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടിക്കൂടി ഐക്യത്തിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത അവസ്ഥയിലാണ്. ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് അന്നേ ഏതാണ്ട് ഒരു തീരുമാനമായിരുന്നു. അതിലേക്ക് തന്നെയാണ് ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യം എത്തി നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകമായിരുന്നു. കാരണം DMK വിട്ടുനിന്നു, ആം ആദ്മി പാർട്ടിയില്ല. നേരത്തെ ഇടഞ്ഞു നിന്ന മമതയുടെ TMCയുടെ കാര്യം ഇപ്പോൾ ലേശം വിഭിന്നമാണ്. അപ്പോൾ ഇന്ന് നടന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ ഏതെല്ലാം പാർട്ടികളായിരുന്നു പങ്കെടുത്തത്? ഇനി പങ്കെടുക്കാതിരുന്നത് ആരൊക്കെയായിരുന്നു? പങ്കെടുക്കാത്തവരെ കുറിച്ച് എന്ത് വിശദീകരണമാണ് പങ്കെടുത്ത നേതാക്കൾ നൽകിയത്? അതിനെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യ യോഗം നടന്നത് ഏകദേശം വലിയൊരു കാലത്തിന് ഗ്യാപ്പിന് ശേഷം, അതായത് ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് ഇന്ത്യ സഖ്യം ചേർന്നത്. അതിൽ ഇന്ത്യ സഖ്യത്തിന് ശേഷം കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് 25 ദേശീയ പാർട്ടികൾ ചേർന്നാണ് ഇത്തരത്തിലൊരു ഇന്ത്യ യോഗം നടന്നതെന്നും ഈ ഇന്ത്യ സഖ്യം വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നു എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് DMK ഈ ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ ഇന്ന് പങ്കെടുത്തില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം മുതലേക്ക് തന്നെ അവരോടൊപ്പം നിന്ന് ഉറച്ചു നിന്നൊരു ഘടകകക്ഷിയായിരുന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു DMK എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് DMK പങ്കെടുത്തില്ല. എന്താണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം? DMKയുടെ നേതാവ് MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവർ പിന്നിൽ നിന്നും കുത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ആദ്യം മുതൽക്കേ അവർ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പോയ മുതൽക്കേ തന്നെ ഇത്തരത്തിൽ വലിയൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതേസമയം DMK മാറി നിൽക്കുമ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി സ്വാഭാവികമായിട്ടും ക്ഷയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ DMKയ്ക്ക് പകരം ഇവിടെ തൃണമൂൽ കോൺഗ്രസ് വന്നുവെങ്കിൽ പോലും അവരുടെ ശക്തി ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാൾ അധികാരത്തിലിരുന്ന സമയത്ത് പോലും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം തൃണമൂൽ കോൺഗ്രസ് വന്നു എന്നതിനുള്ള പ്രധാന കാരണം പശ്ചിമ ബംഗാളിലും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനും വലിയ ഒരു ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നം തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പം തൃണമൂൽ കോൺഗ്രസ് എത്തിയത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നിലവിൽ ലോക്സഭാ സീറ്റുകൾ, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 28 ആണ്. അതിൽ 20 MPമാരും ഇപ്പോൾ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. നാം ഇപ്പോൾ BJPക്കൊപ്പം അല്ലെങ്കിൽ NDAക്കൊപ്പം സഖ്യം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ സ്പീക്കർക്ക് തന്നെ കത്ത് നൽകിയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ തൃണമൂൽ കോൺഗ്രസിന്റെ MPമാരുടെ എണ്ണം 8 ചുരുങ്ങിയിരിക്കുകയാണ്. ഈ 3-2 ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവരെ അയോഗ്യരാക്കാൻ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയായിരുന്ന DMK ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുത്തില്ല. അതുതന്നെ വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൽ.